ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ മറ്റന്മാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അതെ, ഞാൻ നിങ്ങളുടെ സാൻഡി ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വീടെന്ന് വെച്ചാൽ അതെ, നിങ്ങൾ തമ്മിലായി കണ്ടതുപോലെ തന്നെയുണ്ട് ഒരു വീഡിയോ ആണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു 2 സ്റ്റെയർ എന്ന് വെച്ചാൽ 2 നില വീടാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനലിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. അപ്പം ഇന്ന് ആ 2 നില വീടാണ്. അപ്പം ഈ ഇതിലാണ് നമ്മൾ ഇത് റിയൽ മൈൻക്രാഫ്റ്റ് അല്ല, ഒരു മോഡൽ ഗെയിമാണ്. ഇത് പ്ലേ സ്റ്റോറിൽ കിടന്നാണ്. ഇതിന് ഞാൻ പേര് കമൻറ്റ് ബോക്സിൽ ചെയ്യാം. ഈ സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടല്ലോ, പ്ലേ സ്ഥലത്ത് ക്രിയേറ്റീവിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീടാണ്. കാര്യങ്ങളുമാണ് ഇത്. ക്രിയേറ്റീവിൽ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. നല്ല കിടക്കാൻ വീടൊക്കെയാണ്. അപ്പം നമുക്ക് പരിപാടി വാങ്ങാം. അതിനാദ്യമൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. നമുക്ക് കോബിൾ സ്റ്റോണൊക്കെ വേണം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. Chamo ela de gostosa e ela responde assim: normal, mamãe passou açúcar em mim. Bem normal, mamãe passou açúcar em mim. Passou! ഗൈസ്, അങ്ങനെ നമ്മൾ തുടങ്ങുന്നുണ്ട്. ആദ്യം നമ്മൾ അന്ന് ഫയൽ കയറ്റിയാണ്, ഒരു ഫയൽ ഞാൻ കയറ്റിയത്. അതിന് കുഴപ്പമാണ്. എനിക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ഒരു കുഴപ്പം പറഞ്ഞു തരുമോ? ഈ മൈൻക്രാഫ്റ്റിൻ്റെ എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. അയ്യോ, തൊണ്ടയ്ക്ക് വേദനയാണ് ഗൈസ്. വീഡിയോ റെക്കോർഡ് ചെയ്ത് സൗണ്ടിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു. പിന്നെ തൊണ്ടയ്ക്ക് ഭയങ്കര വേദന, കഴുത്തിനൊക്കെ വേദന. അപ്പം അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ റെക്കോർഡിങ്ങിന് കാണാം. നിങ്ങളതൊക്കെ ക്ഷമിക്കണം. നമ്മൾ ഇതുണ്ട് കോബിൾ സ്റ്റോൺ ഓങ് പ്ലാങ്ക്സ് എടുക്കില്ല. അത് വൈറ്റ് ഓങ് പ്ലാങ്ക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്നതാ, കോൺക്രീറ്റ്, വൈറ്റ് കോൺക്രീറ്റും ഒരു ഗ്രേ കോൺക്രീറ്റും. ഗ്രേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഡിസൈൻ ഇടുന്നെങ്കിൽ ആ ഡിസൈൻ എടുക്കാം. എന്നാൽ ഇനിയും വേണ്ടത് നമുക്ക് എന്നതാ വേണ്ടത് ഗ്ലാസ്. ഞാനിപ്പോൾ എടുക്കുന്ന ബ്ലാക്ക് ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ബ്ലാക്ക് ഗ്ലാസ് മാത്രം എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ എൻ്റെ പേരെന്താ ഇപ്പം ഇത്ര മതി. ബാക്കി നമുക്ക് എടുക്കാം. ഇതിൻ്റെ ആദ്യം നിങ്ങൾ കോബിൾ സ്റ്റോൺ 10 നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക. ബോക്സ് വരെ സ്ക്വയർ ഷേപ്പിൽ 10. 10 ഉണ്ടോ? ഉണ്ട്, 10 ഉണ്ട്. ഇവിടെ അങ്ങോട്ട് 10 വെക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇത് തറയാണ്. തറയോട് പോരത്തെ വെച്ച് ശരിക്കത്തെ വീടിനൊക്കെ വെക്കത്തില്ലേ, അതുപോലത്തെ. ഓക്കെ, 10 അയ്യോ, പക്ഷെ അത് നിങ്ങൾ സോറി ഗൈസ്, നമ്മുടെ ക്യാമറയ്ക്ക് അല്ല, നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിന് ഇച്ചിരി കുഴപ്പമുണ്ട്. ഡബിൾ സ്ക്രീൻ ആയതുകൊണ്ട് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. ഓക്കെ, സൗണ്ട് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പേരെന്നാ ചുമയൊക്കെ ആയതുകൊണ്ടാണ്. എല്ലാം മറന്നുപോയി എന്തോപോലെ. അതിൻ്റെ ഇതുകൊണ്ടാണ്. ക്ഷമിക്കണം നിങ്ങൾ, ചുമ മാറിക്കഴിഞ്ഞാൽ. അപ്പം എനിക്ക് പറയാനുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ അകത്ത് ഫ്രീ ഫയറിൻ്റെ വീഡിയോ മാത്രമല്ല, പബ്ജി കളിക്കുന്ന വീഡിയോ ഇടാം, മൈൻക്രാഫ്റ്റ് കളിക്കുന്ന വീഡിയോ ഇടാം. എല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അത് റോബ്ലോക്സിലൊക്കെ ഇടും. ചില ആൾക്കാർ, എൻ്റെ കൂട്ടുകാരൊക്കെ, എൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കാം ഈ റോബ്ലോക്സിൻ്റെ വീഡിയോ ഒന്നും ഇടുന്നത്. അപ്പം ഞാൻ റോബ്ലോക്സിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര വലുതായിട്ട് കളിക്കാൻ അറിയില്ല. വെച്ചാൽ ഞാൻ വലുതായിട്ട് അങ്ങനെ കളിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഗെയിമൊന്നും ഇഷ്ടമില്ല. കോൺക്രീറ്റ് ഇങ്ങനെ വെക്കണം. നമ്മുടെ കോബിൾ സ്റ്റോണിൻ്റെ നടുക്കായിട്ട് വെക്കണം. ഇതുപോലെ വേണം വെക്കാൻ. ഇവിടെ കോബിൾ സ്റ്റോൺ ഇവിടെ കോൺക്രീറ്റ് വെച്ച് അതുപോലെ തന്നെ നമ്മൾ ഈ 4 സൈഡിലും കോൺക്രീറ്റ് അങ്ങനെ വെക്കണം. അതും വൈറ്റ് കോൺക്രീറ്റ്. ഇനി സർവൈവലാണ് നിങ്ങൾ കളിക്കുന്നെങ്കിൽ കോബിൾ സ്റ്റോണും നമ്മുടെ നമ്മുടെ ഈ വൈറ്റ് കോൺക്രീറ്റ് വെക്കുന്നിടത്ത് ഓം പ്ലാങ്ക്സ് വെക്കുന്നിടത്ത് കോൺക്രീറ്റ് നമ്മുടെ വുഡും കൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ വീട് സെറ്റാകും. നമ്മൾ
എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ വീഡിയോ ഒക്കെ ഇട്ടൂടെ, അതൊക്കെ ഇട്ടാൽ നല്ല വ്യൂസ് ഒക്കെ കിട്ടും. എനിക്ക് ഇടണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരിക്കത്തെ മൈൻക്രാഫ്റ്റ് അല്ല, അതറിയാവുന്നവർക്ക് അറിയായിരിക്കും. എന്തുകൊണ്ടാ നമുക്ക് ഒരു പാക്കേജ് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ കുഴപ്പം, അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും നമുക്കൊന്നും ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഉള്ളതുകൊണ്ട് ഐ ലൈക്ക് മൈൻക്രാഫ്റ്റ്. നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് മൈൻക്രാഫ്റ്റും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. പക്ഷേ ഒരു കുഴപ്പം പറ്റി, നമുക്ക് ആ പർച്ചേസ് ഇതുണ്ട്, എന്നാൽ ലിമിറ്റ് ഉണ്ട്. സോറി, കമൻറ്റ് ബോക്സിൽ പോയി നമ്മളത് പർച്ചേസ് ചെയ്തത് നമ്മുടെ പൈസ പോയി നമുക്കത് കഴിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കോൺക്രീറ്റ് വെച്ചത് അതുപോലെ അല്ല കേബിൾ കോൾസോണ്ട് അടുത്ത് എങ്ങനെയാണോ നമ്മളെ കോൺക്രീറ്റ് വെച്ചാൽ അതുപോലെ കുഞ്ഞിക്കൊരു വീടും കഴിയാണ്. ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നേ. അയ്യോ പുറ്റായിട്ടുണ്ട്. മണ്ട റൂഫ് പ്ലാന്റാണ് റൂഫ്. സോറി ഗായ്സ്, ക്ഷമിക്കണം ഞാൻ പറയുന്നു. എന്നോട് കുറച്ച് പേര് ചോദിച്ചു ഫേസ് റിവീൽ ചെയ്യാവോ, ഫേസ് റിവീൽ. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ 100% ഉറപ്പാ ഞാൻ ഒന്നെങ്കിൽ ലൈവ് ഇടും, ലൈവിൻ്റെ ഫേസ് റിവീൽ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫേസ് റിവീൽ ചെയ്യും. ഉറപ്പാണ്. നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് നല്ലതായിരിക്കും. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സാണ്. പക്ഷേ ഇപ്പം നമുക്ക് 75 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി സഹായിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് 100 അടിക്കാം. 100 അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും കാണില്ല. നമുക്ക് 100 അടിച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ സീനാണ്. 100 അടിച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ഞാൻ ഇടാൻ തുടങ്ങും. അപ്പം അങ്ങനെ പിന്നെ ഫേസ് റിവീൽ വീഡിയോസ്, ലൈവ് അങ്ങനത്തെ ഒക്കെ ഇടാൻ തോന്നും. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഇത്ര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കോബിൾസ് നമ്മുടെ ഇത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഇടയ്ക്ക് ഞാൻ പറയാൻ പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റെയർസിലെ വൈറ്റ് സ്റ്റെയർസ് സ്മൂത്ത് സ്റ്റെയർസാണ് ഇങ്ങനെ വെക്കുക. ഞാൻ വെച്ചിരിക്കുന്നവരങ്ങ് വെക്കുക. നിങ്ങൾക്ക് ഗ്ലാസ് വേറെ വെക്കാം. ഞാനിപ്പോൾ ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നത് രാത്രി ഇറങ്ങി. എൻ്റെ ബാക്കിൽ വോങ് പ്ലാന്റ് വെക്കണം. എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ആണ് വേണ്ടത്, ഡാർക്ക് അല്ല. അങ്ങനെ ഇവിടുത്തെ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്ലാസ് ആണ്. ഓക്കെ, എന്നാണ് ഇമോട്ടൊക്കെ വരുന്നത്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഗ്ലാസ് ബ്രാഞ്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ ഗ്ലാസ് കണ്ടു ഗൈസ്. അങ്ങനെ ഇവിടുത്തെ വീട് സെറ്റ്. ഇനി നമുക്ക് രാവിലെ കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ എന്നിട്ട് നിങ്ങൾ മണ്ടയിൽ കോബിൾ സ്റ്റോൺ അല്ല നമ്മുടെ കോൺക്രീറ്റ് എങ്ങനെയാണോ വെച്ചത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെയാണോ? അല്ലല്ല, മണ്ടക്കാണ് കോൺക്രീറ്റ് വെക്കേണ്ടത് അല്ലേ. ഇവിടെ ഒരെണ്ണം, ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തമ്മിനെ കൊടുത്ത വീടാണ്. പക്ഷെ ഇച്ചിരി വ്യത്യാസമൊക്കെ വരും. എഡിഷനൊക്കെ വേറെ വ്യത്യാസമൊക്കെ ഉണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയത്. ഇത് ക്രിയേറ്റീവ് കളിക്കുന്ന ഒരു വീടാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇനി പതിയെ അങ്ങോട്ട് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇറങ്ങുന്നതായിരിക്കും. ഷോർട്സ്, റീല്, ഫുൾ വീഡിയോ, ലോങ് വീഡിയോ എല്ലാം അങ്ങ് ഇറങ്ങുന്നതായിരിക്കും. തമ്മിൽ എല്ലാം നമ്മൾ ഇറക്കുന്നതായിരിക്കും. ഇപ്പം
എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബ്രോ ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ 2 ആപ്പിലാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ല 3 ആപ്പിലാണ്. ഒന്ന് പിക്സൽ ലാബും പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ് ഇതും റേസറും പിന്നെ സ്റ്റാർട്ടും. ഈ 2 ആപ്പിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അല്ല നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ അറിയാലോ നടത്തി നമ്മളെങ്ങനെയാണ് താഴെ ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈസി ആയിക്കോളും. താഴെ ചെയ്ത് അയ്യോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തോ നമ്മുടെ താഴെ എന്നാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത് നമ്മുടെ ബാക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെയും ഗ്ലാസ് വെക്കാം. ഓക്കെ, എനിക്ക് ഇച്ചിരി ഉന്മേഷം വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഓളിയും കൂട്ടി പറയാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇവിടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഓ ഗൈസ്, ഇവിടെ ഗ്ലാസ് ലുക്ക് കൊണ്ട് ഗൈസ് എന്തോ സംശയം. ഗൈസ് 2 ഡോറിൽ വരണ്ടേ? അയ്യോ ഗൈസ്, കുഞ്ഞിതായി പോയി ഗൈസ്, പണ്ടേ കുഞ്ഞിതായി പോയി ഗൈസ്. ഓ ഇവിടെ ഗെയിമിന്റെ പ്രത്യേകതയാണോ എന്റെ ഫോണിന്റെ പ്രത്യേകതയാണ്? എവിടെ അയ്യോ താഴെ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ മണ്ടയിൽ ചെയ്തു. അയ്യോ ആക്കായോ? ഓ എന്താണ് ഗൈസ് ഇങ്ങനെ? ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ശരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ വാതിൽ നമ്മളിവിടെ സാധാ വാതിലാണ്, ഡാർക്ക് ഡോറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഡോർ എടുക്കാനാണ്. എൻ്റെ വീടിൻ്റെ ഒരു സുഹൃത്തുക്കളാണ് കുഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ബെഡില്ല, ബെഡ് ഒരു ബെഡ്, പിന്നെ നമ്മുടെ ലാമ്പ്, പിന്നെ നമ്മുടെ എൻചാൻറ്റൽ ടേബിള്, ബുക്ക് ഷെൽഫ്, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ തോന്നുന്നുണ്ട് ആവശ്യമില്ല. നമുക്ക് ഞാനൊരു സ്റ്റെയർ എടുക്കട്ടെ. കോബിൾ സ്റ്റെയർ ഇവിടം തൊട്ട് പറഞ്ഞു 4 5 അതെ ഇങ്ങനെ ഡോറ് വെക്കാം. നമുക്ക് അകത്താണ് ഡോറ് വെക്കുന്നത്. ഇവിടെ
സെറ്റാണ് നമ്മൾ. ഓക്കെ, ഇനി അവിടെ നിന്ന് ഇത് വന്നാൽ മതി. ഓ അതാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ സെറ്റ്, ഇവിടെ സെറ്റ്. ഓക്കെ, ഇവിടെ സെറ്റാണ് ഗൈസ്, സെറ്റാണ് മോനെ, സെറ്റായി. ഓ വൈറ്റ് കോബിൾ സ്റ്റോൺ, അയ്യോ കോബിൾ സ്റ്റോൺ പോയേ. ഒന്നും ശരിയായില്ല. അവിടെ വന്നപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ല കുട്ടിയും. അയ്യോ ഗൈസ് കുടിപ്പോയി. നമുക്ക് മണ്ടേ കയറിയിട്ടുണ്ട്. ഓക്കെ, മണ്ടേ തന്നെ എവിടെ വെക്കാനാണ്, ഇതെവിടെ വെക്കാൻ ഈ ബെഡ്? അവിടെ നമ്മൾ കയറാൻ പറ്റില്ല. അവിടെ വേറെ വല്ല പോകാൻ പറ്റും. ഇവിടെ ബെഡ് വെക്കാം. ഇതൊരു വൈറ്റ് ലൈറ്റ് ബ്ലൂ ഒക്കെ ഒരു ഡിസൈൻ ലാമ്പുണ്ട്. ഈ ലാമ്പ് ഇങ്ങനെ ലാമ്പൊക്കെ വെച്ച് ഇവിടെ സെറ്റാക്കി. വാതിലും കൂടെ വാതിലെവിടെ കിട്ടുന്നു? ഓക്കെ, വാതിൽ ഡോർ, ഓക്കെ, ഡാർക്ക് ഡോർ അല്ല വോങ് ഡോറും കളിച്ച് പോവാം. ഓക്കെ, ഇവിടുത്തെ ശരിയായിട്ടില്ല. ടാപ്പിൻ്റെ അവിടെ ചെസ്റ്റ്, ബുക്ക് ഷെൽഫ്, ഫാൻസ്, എൻചാൻഡിങ് ടേബിൾ. ഓക്കെ, ഇനി നിങ്ങൾ സർവൈവലാണെങ്കിൽ എൻചാൻഡ് ടേബിളൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ വെക്കുക. സർവൈവൽ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നില്ല സർവൈവൽ കിട്ടുമെന്ന്. എൻചാൻഡ് ടേബിള് അറിയില്ല. ടേബിൾ എന്തോ വെച്ച് നമ്മുടെ ബുക്കും നമ്മുടെ നെതറിലോട്ട് പോകുന്ന സാധനവും വെച്ച് പിന്നെ എന്തോ ഒരു മിന്നൽ പഠിച്ചെടുത്ത് വെച്ചോണ്ടില്ലേ എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല. പിന്നെ ലൈറ്റ് സെറ്റൊക്കെ സീനാണ്. വീട്ടിലത്തെ അവിടെ ലൈറ്റ് ഉണ്ട്. ഞാൻ അവിടെ ലൈറ്റ് ഉണ്ട് ഓൾറെഡി. ഓ ഗായ്സ്, ബൈ ഗായ്സ്. ഓക്കെ, എൻ്റെ പേര് ഒന്നും ആയില്ല. ഇനി തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനിയാണ് മോനെ കളി. ഇനിയാണ് നമുക്ക് കുറേ സാധനങ്ങൾ വേണ്ടത്. ഓക്കെ 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 സ്റ്റെയർ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്കറിയാമോയെന്ന് എനിക്കറിയില്ല. ഈ സ്റ്റെയർ ഇങ്ങനെ വെക്കുന്നതിൽ വീട് നല്ല വൃത്തിയൊക്കെയാവും, നല്ല ലുക്കൊക്കെ കാണാം. അപ്പോൾ പകുതി അറിയാം. എനിക്കറിയാമെന്ന് തോന്നുന്നു. നിങ്ങൾക്കല്ലേ അറിയാമെന്ന് തോന്നുന്നു. അറിയാതിരിക്കത്തില്ല. സ്കൂളിലും ഉണ്ടാക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനൊരു ഇത്തിരി ലുക്കൊക്കെ നല്ലത് കിട്ടും നമുക്ക്. അങ്ങനെ ലുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
ഗൈസ്. ഇത് ഫുൾ വീഡിയോ നിങ്ങളിരുന്ന് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ ഈ വീട് എങ്ങനെ ഉണ്ടാക്കാം. ചില ആൾക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും വീട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് തന്നെയാണ് അതിവിടെ ഉണ്ടാകും. ഞാൻ യൂട്യൂബിൽ തീർച്ചയായിട്ടും ഒരു വീട് കണ്ടു. ഓക്കെ, രാവിലെ ആയി ഗൈസ്. ഞാൻ രാവിലെ ആയി. ഓക്കെ, നമ്മളങ്ങനെ മണ്ണെടുത്ത് നമുക്കിനി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ പേരാണ് പൂള്. സ്വിമ്മിങ് പൂള്. ആ പൂള് ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടി ഇവിടെ മൊത്തം മണ്ണിടണം. മണ്ണിട്ട് മൂടി വരുമ്പോൾ തന്നെ ഈ വീഡിയോ ഫുള്ള് കഴിയുമെന്നിരിക്കുമെന്ന് ഗൈസ്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണല്ലേ. എന്താന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാത്തില്ല. പിന്നെ കമൻറ്റിൽ ഒന്നും മനസ്സിലായില്ല ബ്രോ എന്ന് പറയട്ടെ ബ്രോ. നിങ്ങൾക്ക് ഗെയിമിൻ്റെ പേര് ഞാൻ ചലഞ്ച് ചെയ്യാം. ഈ ഗെയിമിൻ്റെ പേര് കമൻറ്റ് ഗസ് ചെയ്യുന്നവർക്ക് എന്നാ കൊടുക്കാം. കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. അത്രയ്ക്ക് വലിയ യൂട്യൂബറൊന്നും അല്ലെങ്കിലും ഒരു ചെറിയ യൂട്യൂബറാണ് ഞാൻ. നിങ്ങളെ സഹായിച്ചാൽ നമുക്ക് വലിയ യൂട്യൂബേഴ്സിനെ പോലെ വലിയ യൂട്യൂബറൊക്കെ ആവും. നിങ്ങളൊന്ന് സഹായിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ല? നിങ്ങൾ ഈ സമയം കൊണ്ട് ബാക്കിയുള്ളവരുടെ വീഡിയോ കാണുന്നതിന് പകരം നിങ്ങൾ എൻ്റെ വീഡിയോ ശകലം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരാനൊന്നും പോകുന്നില്ല. അതെ, നിങ്ങൾ ഈ സമയം കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ ഓർക്കുന്നില്ലേ ഗൈസ്? ഞാൻ ന്യൂ യൂട്യൂബർ ആയതുകൊണ്ട് ഗൈസ് പറയുവാണെങ്കിൽ ഓക്കെ ഗൈസ്, അതെൻ്റെ എററാണ്. എനിക്ക് ഫയൽ കയറ്റി കഴിഞ്ഞിട്ട് കുറേ എന്തൊക്കെ കുഴപ്പം വരുന്നുണ്ട് നമ്മുടെ ഗെയിമിൽ. ഈ മൈൻക്രാഫ്റ്റിൽ കുറേ കുഴപ്പം വരുന്നുണ്ട് ഫയൽ കയറ്റി കഴിഞ്ഞിട്ട്. ഓക്കെ, മണ്ണ് മൊത്തം പോയി കഴിയാനായി. ഓക്കെ, ഫുള്ള് കഴിയാനായി. ഒരു ടേബിളും കൂടി. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയോട് വെച്ചിട്ട് ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ അവിടെ രാത്രിയാകുമായിരുന്നു. ഇവിടെ ഉണ്ടാക്കാം. എനിക്ക് പച്ച ലൈറ്റ് ബ്ലൂ കോൺക്രീറ്റ് കൊടുക്കാനുണ്ട്. ശരി, നിങ്ങളുടെ വേറെ വീട് ഞാൻ എടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു പൂളുണ്ടാക്കാം. ഞാനൊക്കെ എൻ്റെ അത്യാവശ്യം പെരുന്നാളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് പറയാൻ നല്ലത്. എനിക്ക് രീതിയിൽ വേണ്ടിയാണ് ചെയ്ത് നല്ല മായ സമയം എടുക്കുന്നുണ്ട്. ഉറപ്പാണെങ്കിൽ നല്ല സമയം എടുക്കും. എന്ത് ചെയ്യും ഗൈസ്, എന്ത് ചെയ്യും? സൗണ്ട് ഞാൻ എങ്ങനെ എടുത്തിക്ക് പോയി ഞാൻ കൂട്ടാൻ നോക്കാം. എന്നാലും ഞാൻ എപ്പോൾ വീഡിയോ ചെയ്താലും എൻ്റെ സൗണ്ട് എനിക്ക് ബ്ലറ് കാണുന്നതായിരിക്കും. ബ്ലറ് അതെൻ്റെ ഫോണിൻ്റെ ആണോ എഡിറ്റിങ്ങിൻ്റെ ആണോ ഞാൻ സംസാരിക്കുന്നതാണോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അങ്ങനെയാണ് മൊത്തമാക്കിയിട്ടുണ്ട്. മൊത്തം ഞാൻ പൊളിച്ച് ഇങ്ങനെ മണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താണോ ഓക്കെ, ഞാൻ സ്കിപ്പ് ആക്കണം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത്രയാക്കി. ഈ പകുതി ഉള്ളവർക്ക് മനസ്സിലാക്കി നമ്മൾ ഇപ്പോൾ ഞാൻ എത്ര സ്കിപ്പ് ചെയ്യാൻ കാരണം സോറി ഗൈസ്, ഇത് ഫുള്ളായിപ്പോയി അറിയാതെ. ഞാൻ ആ ക്ലിപ്പും കൂടി ഡിലീറ്റ് ആക്കിപ്പോയി.
നിങ്ങൾ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ണ് വാട്ടർ നനയ്ക്കാൻ വെള്ളം നമുക്കത് ഫുള്ള് വെള്ളം ആക്കണം. ഫുള്ള് വെള്ളം ആക്കി കഴിഞ്ഞാൽ ഒരു ലെയറും കൂടി ഉണ്ട്. ഈ ലെയറും കൂടി ഉള്ളത് എന്നാ ചെയ്യേണ്ടത്? രാവിലെ കാണാം ഗായ്സ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ സാധനം ഞങ്ങളുടെ അത്ര ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലെ പേര് ആദ്യം ഒരു സ്റ്റെയർ വെക്കുക. ആ സ്റ്റെയറിൻ്റെ താഴെയിലോട്ട് സ്ലാബ് കുറച്ചും കൂടി ബ്രൗണുള്ള റെഡിടാം. നമുക്കിടാം. ഞങ്ങൾക്ക് ബ്ലാക്ക് രാത്രിക്കത്തെ ക്യാമ്പ് ഫയർ നോക്കി. ക്യാമ്പ് ഫയർ നല്ലേ. ഓക്കെ, ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് എന്ത് പേര്? ക്യാമ്പ് ഫയർ Ela é a sensação, chamo ela de gostosa e ela responde assim. Normal, mamãe passou açúcar em mim. Bem normal, mamãe passou açúcar em mim. Passou! Okay, guys.
ഫുള്ളില്ല Mamãe passou açúcar em mim. Vem, normal. Mamãe passou açúcar em mim. Passou! കാർപ്പറ്റൊക്കെ ഇട്ട് ഓക്കെ അങ്ങനെ നമ്മുടെ വീടൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. കാണാം, ഇതാണ് നമ്മുടെ വീടും കാണുന്നത്. ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. See you. Have a good day.